ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലച്ചുട്ടിക്ക് 3 വയസ്സായി. എത്ര പെട്ടെന്നാണല്ലേ ദിവസമെല്ലാം കടന്നു പോകുന്നത്. രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എരിക്കൂറിലുള്ള മാമാനിക്കുന്ന് അമ്പലത്തിലാണ് നമ്മൾ പോയത്. നമ്മൾ പോകുമ്പോൾ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടായിട്ടുള്ളൂ. ഷൈജു ആദ്യം പറഞ്ഞ് നമുക്ക് മട്ടന്നൂരിലുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോകാമെന്ന്. ഞാൻ പറഞ്ഞ അവിടെ പോയാൽ കുറേ സമയമെടുക്കും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരണമെങ്കിൽ നമ്മൾ മാമാനെ തന്നെ പോകണം എന്ന് പറഞ്ഞ് ആദ്യം പോയിട്ട് ഞാൻ പൂജക്കുള്ള കാര്യങ്ങളെല്ലാം എടുത്ത്. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് തൊഴുതിട്ട് വരാം. അപ്പോൾ നമ്മളെല്ലാവരും തൊഴുതെല്ലാം ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഈ മാമാനത്തെ അമ്പലത്തിൻ്റെ പുറത്ത് ഈ നാഗലിംഗ പുഷ്പത്തിൻ്റെ ഒരു മരമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. ഈ മരം ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മല്ലം അമ്പലത്തിൽ ഇതേപോലത്തെ മരം കണ്ടിട്ടുണ്ട്. മരത്തിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് തൊടറ് പറിക്കറ് എന്നെല്ലാം കാര്യമെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നിട്ട് ലച്ചുട്ടി പറയാം, എൻ്റെ പാദസരം കാണിക്കാമേ വീഡിയോൻ്റെ അകത്ത് അച്ചാച്ചൻ വാങ്ങിക്കൊടുത്താന്ന് ലച്ചുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു പാദസരം. നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ, ഒരു ഗിഫ്റ്റ് അത് ഇനി ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എങ്ങനത്തെ ആയാലും നമുക്കൊരാൾ ഗിഫ്റ്റ് തരുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് നമുക്ക് വേറെ തന്നെയാണ്. ബർത്ത്ഡേ സെലിബ്രേഷന് നമ്മൾ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടൊന്നുമില്ല, നമ്മൾ വീട്ടിലുള്ളവർ മാത്രം ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നാട്ടിൽ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞാൽ നാട്ടിൽ അമ്പലത്തിൽ ഉത്സവമാണ്, അതുകൊണ്ട് അമ്മയും അച്ഛനെല്ലാം ആടെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ചുട്ടി എന്നോട് കളിപ്പാട്ടത്തിനൊന്നും ചോദിച്ചിട്ടില്ല. മുന്നേ നമ്മളൊരു അമ്പലത്തിൽ പോയിട്ടാകുമ്പോൾ ഇത് വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എൻ്റെ കയ്യിൽ പൈസയില്ല, അച്ഛൻ്റെ ഒപ്പം വരുമ്പോൾ വാങ്ങാമെന്ന്. അപ്പോൾ അത് സമ്മതിച്ച് തന്നിട്ടുണ്ടായി. അതുകൊണ്ട് ഞാനിത് കാണുമ്പോൾ പറഞ്ഞ് ലച്ചുട്ടിക്ക് വാങ്ങിക്കൊടുക്കാമെന്ന്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വരുമ്പോൾ ചിക്കൻ വാങ്ങാൻ കയറിയിട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മളെ കിച്ചൂട്ടനൊരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി കയറി. ലച്ചുട്ടിക്ക് ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റും ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. എന്നിട്ട് നമ്മളെ കിച്ചൂട്ടിന് സങ്കടമാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വെച്ച് എന്നാൽ കിച്ചുവിനും ഒരു ഡ്രസ്സ് വാങ്ങാമെന്ന്. കിച്ചൂട്ടനെ കൂട്ടി വന്നില്ലെങ്കിലും അവൻ്റെ ഏകദേശം അളവെല്ലാം നമുക്ക് അറിയുന്നതുകൊണ്ട് വാങ്ങി. പക്ഷേ ഉണ്ടല്ല ആ ഡ്രസ്സ് നമ്മൾ മാറ്റിയെടുത്തോട്ടെ, അത് ചെറിയൊരു ഇറക്കക്കുറവുണ്ടായിരുന്നു നമ്മൾ വാങ്ങിയ ഡ്രസ്സ്. അങ്ങനെ അവനെയും കൂട്ടി വന്നിട്ട് നമ്മൾ പിന്നെ അത് മാറ്റിയെടുത്തിട്ടുണ്ടായി. നമ്മളെ കിച്ചൂട്ടൻ ടീഷർട്ടിൻ്റെ ആളാണ്, അതുകൊണ്ട് ഷർട്ടൊന്നും കൊണ്ടു കൊടുത്താൽ അവനെ അത്ര പിടിക്കൂല. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ചെടുക്കലാന്ന് ഷർട്ടിൻ്റെ കാര്യത്തിൽ. ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരാൻ നിന്നേട്ടാ. അപ്പോൾ ഇതാണ് നമ്മളെ ഇരിക്കൂറ്. അപ്പോൾ ലച്ചോട്ടീൻ്റെ ഫ്രണ്ട്സിനെല്ലാം ചോക്ലേറ്റ് എല്ലാം കൊടുക്കേണ്ടതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ബേക്കറി കയറിയിട്ടുണ്ടായിനി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലച്ചുൻ്റെ ബർത്ത്ഡേ കേക്കും കാര്യങ്ങളെല്ലാം ഇരിക്കാണ് ചെയ്ത് തന്നിട്ടുണ്ടായത് നമുക്ക്. അങ്ങനെ മുട്ടായെല്ലാം വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് രാത്രി ചെയ്യാമെന്നുള്ള പ്ലാനായിരുന്നു. പകൽ കേക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്താന്ന് വെച്ചാൽ എനിക്ക് പകൽ വേറെ കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട്, അപ്പോൾ അത് നടക്കൂലെന്ന് വെച്ചിട്ട് നമ്മൾ വൈകുന്നേരത്തേക്ക് തന്നെ മാറ്റാമെന്ന് വിചാരിച്ചു. ആയാലും കുടിക്കാണ്ടല്ലേ നമ്മൾ അമ്പലത്തിൽ പോയിനി. അപ്പോൾ ഞാൻ വിശന്നാവുന്നുണ്ടേനു. അപ്പോൾ ഞാൻ ഷൈജോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരലാന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ഇനി വേണം ചായയെല്ലാം കുടിച്ച് ബാക്കി പരിപാടികളെല്ലാം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഷൈജു ഉണ്ടെങ്കിൽ ലച്ചു എൻ്റെ ഭാഗത്തോട്ട് വരില്ല, അതുകൊണ്ട് എനിക്ക് ഇന്നോളെ കാര്യം നോക്കുകയേ വേണ്ട. അപ്പോൾ വന്ന് ചായയെല്ലാം കുടിച്ചിട്ട് ഞാൻ ചിക്കനെല്ലാം കഴുകി ഉപ്പും മുളകെല്ലാം ആക്കി സെറ്റാക്കി വെച്ചു. അപ്പോൾ കറിയും കാര്യങ്ങളെല്ലാം ഞാൻ ഉച്ചക്ക് തന്നെ സെറ്റാക്കി വെക്കുന്നുണ്ട്, കാരണം എനിക്ക് വൈകുന്നേരം വേറെ പരിപാടിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസ് വേണമെന്നതിൻ്റെ ഞാൻ എന്താ മുന്തിരിങ്ങ പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുന്തിരിങ്ങ പുഴുങ്ങിയിട്ടാണ് ജ്യൂസ് അടിക്കലെന്നൊന്ന് പറയണേ. ഞാനിപ്പോൾ പുതിയ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് പുഴുങ്ങി ജ്യൂസ് അടിക്കൽ തുടങ്ങിയത്. എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയുന്നുണ്ടായിട്ടില്ല ജ്യൂസ് അടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ നല്ല രസമുണ്ട്. നെയ്ച്ചോറ് വെക്കാമെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ഞാൻ വെച്ചു എന്നാൽ ചിക്കൻ വറുത്തരച്ച് വെക്കാമെന്ന്. അങ്ങനെ നല്ല തേങ്ങാക്കൊത്തും കറിവേപ്പില എല്ലാം നല്ല മൂപ്പിച്ച് ഇട്ട് കൊടുത്ത് കറിയെല്ലാം വേഗം സെറ്റ് ചെയ്ത്. ഞാൻ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയേട്ടൻ വന്നിട്ട് പ്ലാൻ മാറ്റിയത്. ഏട്ടൻ വന്നിട്ട് പറഞ്ഞു നമുക്ക് ചിക്കൻ ചില്ലി ആക്കാമെന്ന്. എന്നായിക്കോട്ടെ, ഞാൻ റെഡി. അങ്ങനെ ചില്ലിക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് തന്നു. അപ്പം ഈ മുറിക്കുന്ന പരിപാടി അതെല്ലാം ഞാൻ അമ്മക്ക് വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ നല്ല വൃത്തിക്ക് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം മുറിച്ചാടെ സെറ്റാക്കി തരും. അതെപ്പോൾ എന്ത് കറി വെക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും മുറിക്കുന്ന പരിപാടിയെല്ലാം അമ്മയാണ് ചെയ്ത് തരുക. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കാനുള്ള ഡ്യൂട്ടി ഞാൻ ഷൈജുവിനാണ് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് വരുമ്പോൾ ഷൈജുവിൻ്റെ ചിക്കൻ പൊരിക്കലെല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുക്കളക്കാരെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് വെക്കേണ്ട കാര്യം, ആ ചോറ് വെക്കേണ്ട ഡ്യൂട്ടി അച്ഛനാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് പോയിട്ടില്ല, അച്ഛൻ എന്നെല്ലാം സെറ്റാക്കി വെച്ചിനേനു.
എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരും നല്ലോണം സഹായിച്ച് തരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ വിഷമമൊന്നുമില്ല. എന്ത് ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ റെഡിയാണ്. കാരണം എല്ലാവരും നമ്മളെ സഹായിച്ച് തരും. അച്ഛനായാലും ഷൈജു ആയാലും എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും അടുക്കളയിൽ. അങ്ങനെ കുളിക്കലും ജപിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ആകുമ്പോൾ അനിയനും വൈഫും വന്നു. കിച്ചൂട്ടൻ ഇന്ന് രാവിലെ തന്നെ വന്നിയാണ്. ഇന്നോൻ തിരിച്ച് പോയിട്ടേ ഇല്ല. ഓൻ്റെ കുളിയും കാര്യങ്ങളും എല്ലാം ഇടുന്ന തന്നെയാണ് ചെയ്തിനി. അങ്ങനെ അടിപൊളിയായിട്ട് ലച്ചുൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് നമ്മൾ പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടില്ലെങ്കിലും നമ്മൾ തന്നെ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. എന്തായാലും ഇനി വരുന്ന വർഷങ്ങളിൽ നല്ല ഗ്രാൻഡായിട്ട് നടത്താനുള്ള പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്നാണ് ഞാൻ ലച്ചുവിനെ പ്രസവിക്കുന്നത്. അതുകൊണ്ട് ലച്ചുൻ്റെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിച്ചാലും ആടെ ആഘോഷിച്ചാലും നമുക്ക് അമ്പലത്തിൽ പോകാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഞാൻ വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചാൽ തന്നെ അവർക്ക് ആടെ ഒഴിവാക്കാനും പറ്റില്ല, ലച്ചുൻ്റെ ബർത്ത്ഡേ ഒഴിവാക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ആരെയും ഇൻവൈറ്റ് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലച്ചുൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.